യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 7-ാം വാക്യം. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ആക്കുവാൻ എനിക്ക് ആരും ഇല്ല. മതി, ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ചെന്ന് ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല വേദവാക്യമാണ് നാം ഇന്ന് പകൽ വായിച്ചത്. ഈ വേദവാക്യത്തിനകത്ത് വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ആ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒത്തിരി നമ്മൾ കേട്ടിട്ടുള്ള, ഒത്തിരി പഠിച്ചിട്ടുള്ള, ഒത്തിരി പ്രസംഗിച്ചിട്ടുള്ള, ഒത്തിരി നമ്മൾ വായിച്ചിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാം ഇവിടെ ഇരിക്കുന്ന സൺഡേ സ്കൂൾ കുട്ടികൾക്ക് പോലും ബൈഹാർട്ടാകുന്ന അറിയാവുന്ന ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത്. ആ വാക്യത്തിനകത്ത് പരിശുദ്ധാത്മാവിൽ കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ഈ ഭാഗം വായിച്ച് ധ്യാനിക്കുമ്പോൾ എൻ്റെ യേശു അപ്പ എനിക്ക് നൽകിയ 1-2 ചിന്തകൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് രാവിലെ കൈമാറാൻ താല്പര്യപ്പെടുകയാണ്. പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ എൻ്റെ കൂടെ വരികയാണെങ്കിൽ ദൈവാത്മാവ് ആ വാക്യത്തിൽ കൂടെ നമ്മളോട് വ്യക്തമായിട്ട് സംസാരിക്കും. യേശു കർത്താവിൻ്റെ അടുക്കൽ ഒരു രോഗി പറഞ്ഞ ഒരു ഭാഗമാണ്. 38 സംവത്സരം കുളക്കരയിൽ കിടക്കുന്ന ഒരു രോഗി. ബെഥെസ്ത എന്ന് പറയുന്ന ആ കുളക്കരയിൽ ആട്ടുവാതുക്കലിൽ കിടക്കുന്ന രോഗി. 5 മണ്ഡപങ്ങൾ, അതിൽ ഓരോ മണ്ഡപത്തിലും ഓരോ വ്യാധിക്കാർ കിടക്കുകയാണ്. ഈ വ്യാധിക്കാർ കിടക്കുന്ന കൂട്ടത്തിലൊരു പ്രത്യേകത, യെരുശലേമിലുള്ള ആ കുളത്തിൽ അതിൻ്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ, ദൂതൻ ഒരു സമയത്ത് ഇറങ്ങി വരും. യെരുശലേം ദേവാലയം നശിപ്പിച്ചതിന് ശേഷം ആ കുളത്തിനകത്ത് ദൂതൻ ഇറങ്ങി വരും. ദൂതൻ ഇറങ്ങി വരുമ്പോൾ അവരുടെ ചിന്ത, ദൂതൻ ഇറങ്ങി വന്ന കുളം ആദ്യം ഒന്ന് കലക്കും. കലക്കിയിട്ട് ഈ ദൂതൻ കയറിപ്പോവും. ദൂതൻ കയറിപ്പോകുമ്പോൾ ഈ കലങ്ങിക്കിടക്കുന്ന വെള്ളത്തിൽ ആരാണോ ആദ്യം വന്ന് ചാടുന്നത്, അല്ലെങ്കിൽ ആരാണോ ആദ്യം വന്ന് വീഴുന്നത്, ആ വ്യക്തി ഏത് വ്യാധിക്കാരനാണെങ്കിലും സൗഖ്യം പ്രാപിക്കും. ഉണ്ടോ എൻ്റെ കൂടെ എല്ലാവരും? ഏത് വ്യാധിക്കാരനാണെങ്കിലും സൗഖ്യം പ്രാപിക്കും. അത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ക്യാൻസർ ആണെങ്കിലും, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് കുഷ്ഠരോഗമാണെങ്കിലും, ഇനി ചട്ടുകാലാണെങ്കിലും, മുടന്താണെങ്കിലും, എന്തു വന്നാലും ഈ കുളത്തിനകത്ത് വീണാൽ ദൂതൻ കുളം കലക്കുന്ന കലങ്ങിയ വെള്ളത്തിൽ ആദ്യം ചെന്ന് വീഴുന്ന ഏത് വ്യക്തിയാണോ ആ വ്യക്തി സൗഖ്യമായിരിക്കും. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത, ഈ രോഗി ഈ കുളത്തിൽ വീഴാൻ ആഗ്രഹിച്ചു വന്നതാ. പക്ഷേ 38 വർഷമായി ഈ വ്യക്തി ഈ കുളത്തിൻ്റെ കരയ്ക്ക് കിടക്കാൻ തുടങ്ങിയിട്ട്. എന്തുകൊണ്ടാണ് 38 വർഷം ഈ രോഗി കിടക്കുന്നത്? ഈ വ്യക്തിയെക്കുറിച്ച് പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ഈ വ്യക്തിക്ക് നടക്കാൻ പറ്റത്തില്ല. അരയ്ക്ക് താഴെയായി അല്ലെങ്കിൽ ഒരു സൈഡ് എങ്ങനെയാകട്ടെ പാരലൈസ് ആയി പോയ ഒരു വ്യക്തിയാണ്. ഈ വ്യക്തി വെള്ളം കലങ്ങുന്നത് കാണുന്നുണ്ട്, ദൂതൻ ഇറങ്ങി വരുന്നത് കാണുന്നുണ്ട്. അനേകർ തനിക്ക് പിന്നെ വന്നവരും മുമ്പേ വന്നവരും ഈ വെള്ളത്തിൽ ഇറങ്ങി സൗഖ്യമായി പോകുന്നതും കാണുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തിക്ക് ഈ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുന്നില്ല. തളർന്നു കിടക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ട് വെള്ളത്തിൽ ഇറക്കണം, അല്ലെങ്കിൽ അദ്ദേഹം ഉരുണ്ടുരുണ്ട് എന്ത് ചെയ്യണം? ഈ വെള്ളത്തിൽ വീഴണം. നമുക്കറിയാം, ദേവാലയത്തിലേക്ക് ഭക്തന്മാർ പോകുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, ആമേൻ, പിറവിയിലെ മുടന്തനായ ഒരു വ്യക്തിയെ കൊണ്ട് ഇരുത്തുക പതിവായിരുന്നു. അപ്പോൾ അവൻ്റെ പുറകിൽ ആളുണ്ട്. രാവിലെ 10 മണിക്ക് കൊണ്ടിരുത്താനും വൈകിട്ട് 6 മണിക്ക് കൊണ്ടുപോകാനും അവൻ്റെ പുറകിൽ ആളുണ്ട്. എന്നതുപോലെ തന്നെ ഇവനെ കൊണ്ടിരുത്താൻ ആളുണ്ടായിരുന്നു. പക്ഷേ ഇരുത്തിയെടുത്ത് നിന്ന് വെള്ളം കലങ്ങുമ്പോൾ എടുത്തിറക്കാൻ അവൻ ആളില്ല. കാരണം ഇങ്ങനെ നമുക്ക് ചിന്തിക്കാം, ഒരു പക്ഷേ ഭാര്യയായിരിക്കും കൊണ്ടിരുത്തിയത്, ബൈബിളിനകത്തില്ല, ഞാനങ്ങ് പറയുക. കൊണ്ട് കിടത്തിയത് ചിലപ്പോൾ ഭാര്യയായിരിക്കും, അല്ലെങ്കിൽ മക്കളായിരിക്കും, അല്ലെങ്കിൽ അവരുടെ പേരൻസ് മാതാപിതാക്കളായിരിക്കും ആ കുളത്തിൽ കരയിൽ കൊണ്ടുപോയി കിടത്തിയത്, അല്ലെങ്കിൽ നാട്ടുകാരായിരിക്കും, അല്ലെങ്കിൽ സുഹൃത്തുക്കളായിരിക്കും, അല്ലെങ്കിൽ പള്ളിക്കാരായിരിക്കും, അല്ലെങ്കിൽ പുരോഹിതന്മാരായിരിക്കും ഇവനെ ഇവിടെ കൊണ്ട് കിടത്തിയത്. ആരാ കൊണ്ട് കിടത്തിയത് നമുക്കറിയത്തില്ല. പക്ഷേ ഇവൻ പറയുന്നൊരു വാക്കിൽ നമുക്കൊരു കാര്യം പിടികിട്ടി, എനിക്കാരുമില്ല. ഉണ്ടോ എൻ്റെ കൂടെ എല്ലാവരും? എനിക്കാരുമില്ല. അതിൻ്റെ വാസ്തവം കൊണ്ട് കിടത്തിയതല്ലാതെ അന്ന് അവർ ടാറ്റ പറഞ്ഞു പോയതാ. പിന്നെ ഒരെണ്ണം അവൻ്റെ അടുക്കൽ വന്നിട്ടില്ല.
കൊണ്ട് കിടത്താൻ ആളുണ്ടായിരുന്നു. ആ കുളത്തിൻ്റെ കരയിൽ കൊണ്ടുപോയി ആക്കാൻ ആളുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് തക്ക സമയത്ത് അവനെ കുളത്തിലിറക്കാൻ ആളില്ലാതെ ഇരിക്കുമ്പോൾ തളർന്നു കിടക്കുന്ന ഈ വ്യക്തി 38 വർഷം കണ്ണാലെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അനേകർ സൗഖ്യമാകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മളാണ് ഈ അവസ്ഥയിൽ വരുന്നതെങ്കിൽ നമ്മളിത് കണ്ടുകൊണ്ട് കിടക്കുക. ഞാനാണ് ഈ അവസ്ഥയിൽ നിൽക്കുന്നതെങ്കിൽ ഞാനിത് കണ്ടുകൊണ്ടിരിക്കുക. എനിക്ക് പുറകാലെ വന്നവരും എനിക്ക് മുമ്പേ വന്നവരുമൊക്കെ ഈ കുളത്തിലിറങ്ങി സൗഖ്യം പ്രാപിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ വീട്ടിലേക്ക് തിരികെ പോകുമ്പോൾ ഈ മനുഷ്യൻ അല്ലെങ്കിൽ ഞാനവിടെ കിടന്ന് കരയും. എന്നെ ഇറക്കാൻ ആരുമില്ലല്ലോ, എന്നെ അറിയാൻ ആരുമില്ലല്ലോ, എന്നെ സ്നേഹിക്കാൻ ആരുമില്ലല്ലോ. ആരെങ്കിലും എൻ്റെ കൈക്കൊന്ന് പിടിച്ചിരുന്നെങ്കിൽ, ആരെങ്കിലും എന്നെ ഒന്ന് കോരിയെടുത്ത വെള്ളത്തിലേക്കൊന്ന് എടുത്തിട്ടെങ്കിൽ നന്നായിരുന്നു എന്ന് ആഗ്രഹിച്ച നിമിഷങ്ങളാണ് 38 സംവത്സരം. എന്നാൽ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ അവിടെ ദൂത് പറയാം. ആമേൻ. ആരുമില്ലാത്തവർക്ക് യേശു തുണയാണെന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? നാട്ടുകാരോ വീട്ടുകാരോ സഭക്കാരോ കൂടെ ഇരുന്ന് ആരാധിക്കുന്നവരോ ഒപ്പം ഇരുന്ന് ഫുഡ് കഴിക്കുന്നവരോ കൂടെ കിടന്നുറങ്ങുന്നവരോ ജന്മം കൊടുത്തവരോ ജനിപ്പിച്ചവരോ നിനക്കെതിരെ മാറി നിന്നാലും നിന്നെ കൈവിടാത്തൊരു ദൈവം സ്വർഗത്തിലുണ്ടെന്ന് ഈ ആലയത്തിൽ ഇരിക്കുന്നവരോടും ഓൺലൈനിൽ ഇരിക്കുന്നവരോടും ഞാൻ ആത്മാവിൽ ഇന്ന് പകൽക്കാലം ഈ 2026 ഈ മാർച്ച് മാസം 8-ാം തീയതി ഞാൻ ഈ ഉച്ചയാകുന്ന സമയത്ത് നിങ്ങളെ നോക്കി ഞാൻ ദൂത് കൈമാറുകയാ. ആരും നിനക്ക് ഇല്ലെങ്കിലും നിന്നെ കൈവിടാത്ത ഒരു സ്വർഗം നിനക്കൊണ്ടെന്ന് വിശ്വസിക്കുന്നവരും മാത്രം ഇന്ന് പകൽ സ്തോത്രം ചെയ്യട്ടെ. ഒറ്റപ്പെട്ടു പോയോ, വേദനിക്കപ്പെട്ടു പോയോ, തഴയപ്പെട്ടു പോയോ, നിന്നെ സ്നേഹിക്കേണ്ടവർ സ്നേഹിക്കാതെ അറിയേണ്ടവർ അറിയാതെ നിന്നെ മാറ്റി നിർത്തുന്നെങ്കിൽ ഭയപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. ഈ ആഴ്ച സ്വർഗം നിന്റെ കൂടെയുണ്ട്. അവൻ നിന്നെ കൈവിട്ടിട്ടില്ല, അവൻ നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല. ഒരമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ലെന്ന് പറഞ്ഞ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം വചനം പറയുന്നു. പെറ്റ തള്ള നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ലെന്ന് പറഞ്ഞ ദൈവം. ഹല്ലേലൂയ. എൻ്റെ കൂടെ വരണേ. ആ ദൂത് ഇന്ന് പകൽ പ്രകാശിക്കേണ്ടതുപോലെ പ്രകാശിക്കുവാൻ ഇന്ന് പകൽക്കാലം ആ ദൂത് നിങ്ങൾ ഏറ്റെടുക്കണം. സ്തോത്രം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കൂ, ദൈവാത്മാവ് നിങ്ങളോട് പറയുന്ന ഈ ദൂത് ഞാൻ പ്രാർത്ഥനയിൽ ഓർപ്പിച്ചതുപോലെ ഈ ആഴ്ച മുഴുവനും നിങ്ങൾ ഈ വചനത്തിൽ നിൽക്കണം. ഇവിടം കൊണ്ട് കേട്ടിട്ട് ഈ ചേമ്പല വീണ വെള്ളം പോലെ തെന്നി അങ്ങ് പോകരുത്. ഒരു ചെവി കൂടെ കേട്ട് അത് ഇവിടെ തന്നെ ഇട്ടിട്ട് അങ്ങ് പോകരുത്. ഇവിടെ തന്നെ ഇട്ടിട്ട് പോയി ഇതെല്ലാം കൂടെ ഞാൻ വാരിയെടുക്കേണ്ടി വരും. സ്തോത്രം. അപ്പം ഇന്ന് പകൽക്ക് ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ദിവസങ്ങളിൽ ഞായറാഴ്ചകളിൽ നിങ്ങൾ കേൾക്കുന്ന ദൈവിക ദൂത് ഞാൻ പ്രാർത്ഥിച്ച് ദൈവത്തോട് ഇത് പറയണോ പറയണ്ടായോ എന്ന് ദൈവത്തോട് ചോദിച്ച് കർത്താവ് എനിക്കത് കൺഫർമേഷൻ നൽകി ഞാനിവിടെ നിന്ന് ഈ ദൂത് നൽകുന്നത് എന്തിനാണെന്നറിയാമോ? ആരാധനയ്ക്കൊരു പ്രസംഗം നടത്താൻ വേണ്ടിയല്ല. അടുത്ത ആഴ്ച നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന മേഖലകളിൽ നിങ്ങൾ ക്ഷീണിച്ചു പോകാതെ ഇരിക്കേണ്ടതിന് കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തേണ്ടതിന് ഈ വചനം നിങ്ങളെ ശക്തീകരിക്കേണ്ടതിനാണെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഇന്ന് പകൽ കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. അതാകണം ദൈവവചനം. അത് ആ ദൈവവചനത്തിനകത്താണ് നമുക്ക് ജീവൻ ഉണ്ടാകേണ്ടത്. അങ്ങനെങ്കിൽ ഞാൻ ആത്മാവിൽ പറയാം, ദൈവത്തിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ, നമ്മുടെ കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ, നമുക്ക് ദൈവം ആയുസ് തരുന്നെങ്കിൽ അടുത്ത ഞായറാഴ്ച ഈ ചേറിൽ വന്ന് ഇരുന്ന് അടുത്ത ദൂത് കേൾക്കുന്നിടം വരെ നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ, ജോലി മേഖലയിലാകാം, ഡ്രൈവ് ചെയ്യുമ്പോഴാകാം, കിച്ചണിൽ പണിയെടുക്കുമ്പോഴാകാം, ബെഡ്റൂമിൽ കിടക്കുമ്പോഴാകാം, അല്ല നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ടായിരിക്കുമ്പോഴാകാം, നിങ്ങൾ സ്കൂളിലോ കോളേജിലോ ആയിരിക്കുമ്പോഴാകാം, ഏത് പ്രതിസന്ധികൾ നിങ്ങൾക്ക് താങ്ങാൻ കഴിയാതെ വരുമ്പോൾ ഈ വചനം നിങ്ങളുടെ ഉള്ളിൽ കയറണം. സ്തോത്രം. ഈ വചനം നിങ്ങളുടെ ഉള്ളിൽ എന്ത് ചെയ്യണം? കയറണം. അതൊക്കെ മനസ്സിലായി? ഹല്ലേലൂയ. ഈ വചനം നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ട് നടക്കണം. ആമേൻ. നിങ്ങളുടെ വീടിനകത്ത് പറയണം, നിങ്ങളുടെ കടയ്ക്കകത്ത് കയറുമ്പോൾ ഇത് പറയണം, നിങ്ങളുടെ വാഹനത്തെ കയറുമ്പോൾ നിങ്ങളിത് പറയണം, നിങ്ങളുടെ ബെഡ്റൂമിൽ ഇരിക്കുമ്പോൾ നിങ്ങളിത് പറയണം, നിങ്ങളുടെ കിച്ചണിനകത്ത് പണിയെടുക്കുമ്പോൾ പറയണം, കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് പറയണം. കാരണം ഈ വചനത്തിനൊരു ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ വചനത്തിന് എന്തോ ഉണ്ട്? ശക്തിയുണ്ട്. വചനത്തിൻ്റെ ശക്തി വലുതാണ്. അങ്ങനെങ്കിൽ ഇവിടെ വായിക്കുകയാണ്, എനിക്ക് ആരുമില്ലാത്തൊരു മനുഷ്യനെ തേടി യേശു അവിടെ ചെല്ലുകയാണ്. ഞാൻ ആ വാക്യത്തിലേക്ക് കയറാൻ താല്പര്യപ്പെടുകയാണ്.
ആരുമില്ലാത്ത ഒരു മനുഷ്യൻ, ആരുമില്ല, ഒരു മനുഷ്യനും അവനെ എടുത്തിറക്കാനില്ല. നിങ്ങൾ ചിന്തിച്ചേ, കൊണ്ടിട്ടു, ഇട്ടതല്ലാതെ പിന്നെ ഒരു മനുഷ്യൻ അവൻ്റെ കൂടെ ഇല്ല. പക്ഷെ 38 വർഷമാണ്, 1-2 വർഷമല്ല, 38 വർഷം ഈ കുളക്കരയിൽ കിടക്കുക, 38 വർഷം കിടക്കുക. നമ്മൾ ഈ ആശുപത്രിയിലൊക്കെ നമ്മൾ അഡ്മിറ്റ് ആകാറുണ്ട്. ഞാൻ ഉൾപ്പെടെ പലപ്പോഴും അഡ്മിറ്റ് ആയവരാ. ആദ്യത്തെ ദിവസം കുഴപ്പമൊന്നുമില്ല, രണ്ടാമത്തെ ദിവസം ആകുമ്പോൾ മടുക്കും, മൂന്നാമത്തെ ദിവസം ആകുമ്പോൾ പിന്നെയും മടുക്കും, നാലാവുമ്പോൾ എങ്ങനെയും വീട്ടിൽ പോയാൽ മതിയെന്നാണ്. പിന്നെ ഡിസ്ചാർജ് സമയമാണെന്ന് ഡിസ്ചാർജ് എന്ന് ഡോക്ടർ പറഞ്ഞാൽ പിന്നെ പരവേശമാണ് വീട്ടിൽ പോകണമെന്ന്, അല്ലേ? ഇത് എത്ര ദിവസമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഹല്ലേലൂയ. നിങ്ങളെൻ്റെ പിണങ്ങിയാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ അങ്ങോട്ട് വാ. നോക്കിക്കേ, ഈ സാധനമുണ്ട് പക്ഷെ അനക്കാതെ വെച്ചിരിക്കുക. നോക്കിക്കേ, ഈ 38 വർഷം ഒരു മനുഷ്യൻ ഒരേ കിടപ്പിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു നോക്കിക്കേ. ആ മനുഷ്യനോട് ചോദിക്കണം എങ്ങനെ കിടന്നെന്ന്. അവൻ പറയും, എൻ്റെ ദൈവം ഇതിനേക്കാളും നല്ലത് ചത്താൽ മതിയായിരുന്നു. അതുമാത്രമല്ല, മിണ്ടിയും പറഞ്ഞിരിക്കാൻ ആരുമില്ല, ഒറ്റ കുഞ്ഞുങ്ങളില്ല. തൻ്റെ കൂടെ അപ്പുറത്ത് കിടന്നവർ ദൂതം വന്നപ്പോൾ ചാടി അവൻ ചാടുന്നു. നോക്കിയപ്പോൾ എന്തോ അവൻ സൗഖ്യം, അവനങ്ങ് പോയി. അടുത്ത ആൾ അടുത്ത കിടക്കയുമായിട്ട് വന്ന് കിടക്കുക. ഇതെല്ലാം കണ്ട് കേട്ട് മടുത്ത് കിടക്കുന്ന ഈ വ്യക്തിയുടെ അടുക്കൽ ഒരിക്കൽ യേശു അങ്ങോട്ട് ചെന്നു. സ്തോത്രം. ഇവിടെയാ ദൂത് കിടക്കുന്നത്. ഒരിക്കൽ യേശു അങ്ങോട്ട് ചെന്നിട്ട് ചോദിച്ചൊരു ചോദ്യമാ, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഞാൻ ഈ പുസ്തകത്തിൽ അവൻ തിരിച്ചും മറിച്ചും വായിച്ചിട്ട് എനിക്കൊരു പിടി കിട്ടാത്തൊരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. യേശു ചോദിച്ചൊരു ചോദ്യമാണ്, നിനക്ക് സൗഖ്യമാകാൻ, അങ്ങനെയല്ലേ ഇവിടെ കൊടുത്തേക്കുന്നത്, സൗഖ്യം മനസ്സുണ്ടോ? യേശുവോടൊരു ചോദ്യം ചോദിക്കുക. എന്തിനാണ് ആ ചോദ്യം ചോദിച്ചത്? ആ ചോദ്യത്തിന് ഇവിടെ എന്താ പ്രസക്തി? കാരണം 38 വർഷമായിട്ട് ഇവിടെ കിടക്കുന്നത് എന്തിനാ? സൗഖ്യമാകാൻ വേണ്ടിയാ. അത് ഏത് പൊട്ടക്കണ്ണനും അറിയാം, ഏതൊരു കൊച്ചു കുഞ്ഞിനും അറിയാം അവനവിടെ കിടക്കുന്നത് ഈ മണ്ഡപത്തിൽ വന്നത് സൗഖ്യമാകാൻ വേണ്ടിയാ. അങ്ങനെ ഇരിക്കുമ്പോൾ യേശു വന്നിട്ട് ഒരു വല്ലാത്തൊരു ചോദ്യം ചോദിക്കുക, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? എനിക്ക് പഠിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, അഖിലാണ്ടങ്ങളുടെ സൃഷ്ടാവായ ഉടമസ്ഥനായ ദൈവം, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എന്നെ അറിയാവുന്ന എൻ്റെ ദൈവത്തിന്, ഓക്കെ, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുമ്പ് എന്നെ കണ്ടവൻ എൻ്റെ ദൈവം. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ യോഹന്നാന്റെ എഫെസ്യ ലേഖനത്തിൽ വായിക്കുന്ന ലോകം സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പേ, അപ്പം ഈ ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ എന്നെ കണ്ടവനാ എൻ്റെ ദൈവം. അപ്പോൾ അത്രയ്ക്ക് എന്നെക്കുറിച്ച് ജ്ഞാനമുള്ള, എന്നെക്കുറിച്ച് അറിവുള്ള എൻ്റെ ദൈവത്തിന് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയത്തില്ലേ? നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയത്തില്ലേ? അപ്പോൾ ആ ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യം എനിക്ക് മനസ്സിലായി, കാര്യമൊക്കെ കാര്യമാ, പക്ഷെ നമ്മൾ വാ തുറന്ന് നമ്മുടെ അപ്പനോടൊന്ന് പറഞ്ഞാലുണ്ടല്ലോ, ആമേ, അപ്പ നിനക്ക് എൻ്റെ കാര്യം അറിയാമല്ലോ എന്ന് പറഞ്ഞ് നടക്കുകയല്ല, അപ്പനോട് തുറന്നു പറയണം, എൻ്റെ വിഷയം ഇതാണ്. ഇത് പറഞ്ഞിട്ട് അപ്പോട് പറയണം, അപ്പ എനിക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ട്, എനിക്ക് വിടുതൽ ഉണ്ടാകാൻ ആഗ്രഹമുണ്ടെന്ന് തുറന്നു പറയുമ്പോൾ ദൈവം തൻ്റെ പദ്ധതി അവിടെ വെളിപ്പെടുത്തുകയാണ്. ദൈവത്തോട് തുറന്നു പറയുന്ന എത്ര പേരുണ്ട്? ദൈവത്തോട് അതരം തുറക്കുന്ന എത്ര പേരുണ്ട്? ദൈവത്തോട് മിണ്ടുന്ന എത്ര പേരുണ്ട്? ദൈവത്തോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? യേശുവിനോട് നീ പറഞ്ഞാൽ, യേശുവിനോട് നീ മനസ്സ് തുറന്നാൽ, യേശുവിനോട് നിന്റെ കാര്യങ്ങൾ സ്ഥാപിച്ചാൽ, യേശു ആ കാര്യത്തിന് തീർപ്പ് വരുത്താതെ നിന്നെ വിട്ട് പോകില്ല. ഹല്ലേലൂയ. യേശുവിനൊന്ന് പറഞ്ഞു നോക്കിക്കേ, ആ കാര്യത്തിന് തീർപ്പ് വരുത്താൻ പോയില്ല. ഇന്ന് പകൽ യേശുവിടെ ഉണ്ട്. എങ്ങനെ അറിയാം? വചനത്തിൽ പറയുന്നു, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഞാൻ, വായിച്ചിട്ടില്ലേ? ഉണ്ടെങ്കിൽ സ്വത്രം പറഞ്ഞേ. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവൻ നടുവിലുണ്ട്. അപ്പോൾ 2-3 കർത്താവിൻ്റെ ഏറ്റവും വലിയ മെഗാ ചർച്ചിലെ വിശ്വാസി മെമ്പേഴ്സ് എന്ന് പറയുന്നത് 2-3 പേരേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള എല്ലാം കൃപയാണ്, ഇവിടെ ഇരിക്കുന്ന എല്ലാം കൃപയാണ്. ചോദിക്കേ, അപ്പം അതിനകത്ത് യേശു വന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ആരുണ്ട്? ഒന്ന് പറ. യേശു ഉണ്ട്. അങ്ങനെയാണെങ്കിൽ യേശു ഇന്ന് പകലൂടെ വന്നിട്ടുണ്ടെങ്കിൽ യേശുവിനോട് പറയണം. നിങ്ങൾ വാ പൂട്ടി ഇങ്ങനെ പാസ്റ്റ് എന്തെങ്കിലും പറ, ഞങ്ങൾ ഇവിടെ ഇരിക്കാമെന്ന്, അങ്ങനല്ല, വാ തുറന്ന് യേശുവിനോട് പറയണം, നിനക്ക് എന്താ ആവശ്യം? ജീസസ്. മക്കളുടെ ജോലിയാണോ? പറ. ദൈവസന്നിധി ഇരുന്ന്
കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമാണോ? പറ. ഹല്ലേലൂയ. മകൻ്റെ കല്യാണമാണോ? പറ. മോടെ കല്യാണമാണോ? പറ. ഇന്ന് പകൽ വാ പൂട്ടി ഇരിക്കാതെ യേശുവോട് പറ, യേശുവേ നിനക്ക് എൻ്റെ കാര്യം അറിയാം എന്ന് പറഞ്ഞിരിക്കാതെ യേശു ചോദിക്കുക, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഭർത്തിയുമായി നിലവിളിച്ചപ്പോൾ അനേകര് പറഞ്ഞു, മിണ്ടാതിരിക്ക്, ഗുരുവിനെ ശല്യപ്പെടുത്തരുത്. ആവശ്യബോധമുള്ളവൻ വീട്ടി വിളിച്ചു. അവൻ പറഞ്ഞു, എന്നോട് മനസ്സലിയണം, ഗുരുവിനെ അസഖ്യപ്പെടുത്തരുത്, മിണ്ടാതിരിക്കുന്ന. ഒപ്പമുണ്ടായിരുന്നവർ വരെ പറഞ്ഞിട്ട് ആവശ്യക്കാരൻ മിണ്ടാതിരുന്നില്ല. ഇന്ന് പകൽ ഞാൻ ആത്മാഭിപ്രായ സഭയ്ക്കകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നീ ആവശ്യത്തോടു കൂടി ആ ദൈവസന്നിധി വന്നതെങ്കിൽ നിനക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. നീ യേശുവിനെ വിളിച്ചുകൊണ്ടിരിക്കും, അല്ലാത്തവർ വെറുതെ ഇരിക്കും. പക്ഷെ ആവശ്യക്കാരനാണ് നീ എങ്കിൽ നിന്റെ വിഷയത്തിന് പരിഹാരം ഉണ്ടാകണമെന്ന്, നിന്റെ കുടുംബത്തിന് വ്യത്യാസം ഉണ്ടാകണമെന്ന്, നിന്റെ കടത്തിൽ നീ പുറത്തു വരണമെന്ന്, നിന്റെ ശാപത്തിൽ നീ പുറത്തു വരണമെന്ന്, നിന്റെ കുഞ്ഞുങ്ങൾക്കൊരു വഴി തുറക്കണമെന്ന്, നിന്റെ ശരീരത്തിൽ വിടുതൽ ഉണ്ടാകണമെന്ന് ആവശ്യത്തോടു കൂടി ആയിരിക്കുന്നെങ്കിൽ നീ വാപൂട്ടി ഇരിക്കത്തില്ല, നീ യേശുവേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രസംഗിക്കുന്ന പാസ്റ്ററിന്റെ മെസ്സേജിന് കൊഴുപ്പുണ്ടാക്കാൻ വേണ്ടി അല്ല സ്തോത്രം പറയണ്ടേ, കർത്താവിനോടാണ് നിങ്ങൾ സംസാരിക്കേണ്ടേ. യേശുവേന്ന് നിങ്ങൾ വിളിക്കുമ്പോൾ അവിടെ കാണുന്നത് ഇങ്ങനെയാണ്, യേശു അവിടെ നിന്ന. എന്നിട്ട് യേശു ചോദിച്ച ചോദ്യമാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്ത്? ഞാൻ ആ ഭാഗം കൂടെ നിങ്ങളോട് പറയാം. യേശു ഭർത്തിമായിയെ നോക്കിയപ്പോൾ 2 കണ്ണും വെളുത്തിരിക്കുക. കണ്ണിൻ്റെ കൃഷ്ണമണി കറുത്താണ് ഇരിക്കുന്നത്, പക്ഷെ ഇവൻ്റെ 2 കണ്ണും എങ്ങനെയാണ് ഇരിക്കുന്നത്? വെളുത്തായിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇവന് കാഴ്ചയില്ല. ഇവനെ മൂടിയൊരു പുതപ്പുണ്ട്, കയ്യിലൊരു പിച്ചപ്പാത്രമുണ്ട്, കയ്യിലൊരു വടിയുണ്ട്. ആ പാത്രത്തിൽ കുറച്ച് ചില്ലറ കിടപ്പുണ്ട്. കാരണം അതിലേ പോയവരെല്ലാം പാത്രം കിലുക്കി കെട്ടിയതാ. അപ്പം ഇവനെ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ മനസ്സിലാകും ഇവൻ കുരുടനാ. ഇവൻ തപ്പിയാ പറയുന്ന, യേശുവേ എന്നോട് കരുണ കാണിക്കണമെന്ന്. യേശുവിന് മനസ്സിലായി ഇവൻ കുരുടനാ. ഇവൻ നിലവിളിക്കുന്ന ഒറ്റ കാര്യത്തിന് കാഴ്ച കിട്ടാൻ വേണ്ടിയാ. യേശു എന്നിട്ടും ചോദിക്കുക, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന്. നിങ്ങൾ നോക്കിക്കേ, യേശു ചോദിക്കുക, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? യേശു ചോദിച്ച ചോദ്യത്തിന് ഞാൻ പറഞ്ഞു, എനിക്ക് കാഴ്ച കിട്ടണം. യേശു അവൻ്റെ കണ്ണെ തൊട്ടു, എന്തായി? സൗഖ്യം വന്നു. നമുക്ക് എന്താണ് ദൈവം ചെയ്യേണ്ടത്, അത് ദൈവത്തോട് എന്ത് ചെയ്യണം? പറയണം. ഒരാമയും പറഞ്ഞേ. ദൈവത്തോട് എന്ത് ചെയ്യണം? പറയണം. ഞാൻ ആ ഭാഗത്തേക്ക് വരികയാണ്. 38 വർഷമായി ഈ കിടക്കുന്ന വ്യക്തിയോട് യേശു ചോദിക്കുക, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? ചോദിച്ച ചോദ്യം സൗഖ്യം വേണോന്നാ. സൗഖ്യം വേണോ? ഉത്തരം സൗഖ്യം വേണമെന്നാണ് പറയണ്ടേ. പക്ഷേ ഉത്തരം മറ്റൊന്നാ. ചോദ്യത്തിനുള്ള ആൻസർ അല്ല ഈ മനുഷ്യൻ കൊടുത്തത്. എന്നോട് ചോദിക്കുക, നിനക്ക് സൗഖ്യം വേണോ ചോദിച്ചാൽ ഞാൻ പറയുക, കർത്താവ് എനിക്കൊരു വീട് വേണം, അങ്ങനെയാണോ പറയണ്ടേ? അല്ല. എനിക്കൊരു വണ്ടി വേണം, അതാണോ പറയണ്ടേ? അല്ല. ഇവിടെ ചോദിച്ച ചോദ്യത്തിന് ആൻസർ ചെയ്യണം. ചോദിച്ച ചോദ്യം സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? ഉത്തരം എനിക്കാരുമില്ല. നോക്കിക്കേ, എനിക്കാരുമില്ല. ഇവൻ്റെ രോഗത്തെക്കാൾ കൂടുതൽ ഇവനെ 38 വർഷം ഇവനെ ഭരിച്ചത്, രോഗത്തെക്കാൾ കൂടുതൽ ഇവൻ്റെ 38 വർഷം ഇവൻ്റെ മനസ്സിനകത്ത് കിടന്ന് പിടഞ്ഞത് അവൻ തുറന്ന് പുറത്തിട്ടു. ഓ, വല്ലതും മനസ്സിലാവുന്നുണ്ടോ? രോഗമുണ്ട്, എഴുന്നേക്കാൻ വയ്യ, കാര്യം ശരിയാ, പക്ഷെ അവൻ്റെ ഉള്ളിൽ വേറൊരു വേദന കിടപ്പുണ്ട്. യേശു ചോദിച്ച ചോദ്യത്തിന്, അതുകൊണ്ട് വേദപുസ്തകത്തിൽ ഹൃദയം കവിഞ്ഞ് വരുന്നതല്ലോ, വായിച്ചിട്ടില്ലേ? ഹൃദയം കവിഞ്ഞ് വരുന്നതല്ലോ വായ്. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്നതാ എന്ത് വരുന്നേ? ചില ആളുകളെ കണ്ടു, നമ്മൾ എന്തോ പറഞ്ഞ് എടുക്കുന്നതും പിടിക്കുന്നതും എല്ലാം അങ്ങ് മൂശാട്ടയാ, വഴക്കുണ്ടാക്കും. എന്തോ പറഞ്ഞാൽ വഴക്കാ, ആരോടും സൗമ്യമായിട്ട് ഇടപെടത്തില്ല, ബഹളം ഉണ്ടാക്കും. എന്താ കാര്യം? നിങ്ങൾ പറ. അകത്ത് കിടക്കുന്ന ഈ സാധനമാണ്, വാ തുറന്നാൽ ഈ സാധനം പുറത്തു വരുന്നത്. അതുകൊണ്ട് വേദപുസ്തകം പറഞ്ഞ ഹൃദയം, എന്നോട് വന്നാട്ടെ, ഹൃദയം കവിഞ്ഞു വരുന്നത് വാ എന്ത് ചെയ്യുന്നു? പ്രസ്താവിക്കുന്നു. ഹൃദയത്തിനകത്ത് കിടക്കുന്നത്. ചില ആളുകൾ കണ്ടിട്ടില്ലേ, നടക്കുമ്പോഴെല്ലാം സിനിമാ പാട്ടും പാടി നടക്കാൻ കണ്ടിട്ടില്ലേ? എന്തോ പാട്ട് കൊണ്ടാ? സിനിമാ പാട്ട്. നിങ്ങളുടെ കാര്യമല്ല, നിങ്ങൾ സ്വോത്രമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. സ്വോത്രം. പണ്ടൊരിക്കൽ ഒരു ഉപദേശി യോഗം തുടങ്ങാൻ നേരത്ത്
ഒരമ്മച്ചി വന്ന് ഏറ്റവും പുറകിലിരിക്കുക. ആ പാമ്പിടിച്ച് ഉപദേശി മേശയുടെ കീഴിലിരുന്ന് സ്വോത്രം സ്വോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. സ്വോത്രം 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 പറഞ്ഞുകൊണ്ടിരിക്കുക. അമ്മച്ചി നോക്കിയപ്പോൾ കുറച്ച് കഴിയുമ്പം മൂളിപ്പാട്ടൊക്കെ പാടുന്നുണ്ട്. നോക്കിയപ്പോൾ സിനിമാ പാട്ടാണ് പാടുന്നത്. 6 ദിവസം പാടിയത് പിന്നെ ഞായറാഴ്ച വന്നപ്പോൾ എന്ത് ചെയ്തു? അറിയാതെ കയറിപ്പോയി. സ്വോത്രം. ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്നതൊക്കെ ആലയത്തിൽ വരുമ്പോൾ ചിലപ്പോൾ അറിയാതെ എന്ത് ചെയ്യും? പോകും. സ്വോത്രം. ഈ വാര്യാപുര യോനാച്ചനെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? വാര്യാപുര യോനാച്ചൻ്റെ ഒരു കഥ ഞാൻ പറയാം. അദ്ദേഹമാണെങ്കിൽ ഒരു സഭ ആരംഭിച്ചു. ആ സഭ ആരംഭിച്ചപ്പോൾ ആ സഭയ്ക്ക് ആൾക്കാരൊന്നുമില്ല, സഭയിൽ വരാനായിട്ട് ആളുകളൊന്നുമില്ലാതെ പുള്ളിക്കാരനും വൈഫും മാത്രം ഒരു വീട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും. ആ ദേശത്തൊക്കെ ഇറങ്ങി നിന്ന് സുവിശേഷമൊക്കെ പറയും, ദൂതൊക്കെ പറയും. ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോൾ ആ പാസ് തീരുമാനിച്ചു 3 ദിവസത്തെ ഉപവാസം വയ്ക്കാമെന്ന്. 3 ദിവസത്തെ ഉപവാസം വയ്ക്കാം. അപ്പോൾ രാവിലെ എന്ത് ചെയ്തു? കുളിച്ച് റെഡി ആയിട്ട് ആ വീട്ടിൽ പോയി. വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ചയാണെന്ന് ചിന്തിക്കുക. വെള്ളിയാഴ്ച പോയിട്ട് എന്ത് ചെയ്തു? പ്രാർത്ഥിക്കാനിരുന്നു. തന്നെയാണ്, വിശ്വാസികൾ ആരുമില്ല. ഇരുന്നിരുന്ന് പ്രാർത്ഥിച്ചു. 10 മണിക്ക് പ്രാർത്ഥിച്ചു തുടങ്ങി. പ്രാർത്ഥിച്ച് സ്തോത്രമൊക്കെ പറഞ്ഞ് ജാഗരിച്ച് 11:30 ആയപ്പോൾ പുള്ളി അവിടെ കിടന്ന് എന്ത് ചെയ്തു? ഉറങ്ങിപ്പോയി. അവിടെ കിടന്നുറങ്ങി. അപ്പോൾ വെള്ളിയാഴ്ച പ്രാർത്ഥന അങ്ങായി. വിശ്വാസികളൊന്നും ഇല്ലല്ലോ, അമ്മമ്മ അപ്പുറത്തിരിപ്പുണ്ട്. അടുത്ത ദിവസം വന്നു ശനിയാഴ്ച. ഇതുകൊണ്ട് 10 മണിക്ക് എന്ത് ചെയ്തു? കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായിട്ട് ആ പായ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. കൃത്യം ഇന്നലെ ഉറങ്ങിയ സമയമായപ്പോൾ എന്ത് ചെയ്തു? ഉറങ്ങിപ്പോയി. അടുത്ത ദിവസമാണ് ഞായറാഴ്ച ഒരു 4-5 പേരൊക്കെ പ്രാർത്ഥനയ്ക്ക് എന്ത് ചെയ്യും? വരും. അപ്പോൾ അവിടെ സംഭവിച്ചെന്നറിയോ? 10 മണിയായി. അച്ഛൻ ഇതുകൊണ്ടൊക്കെ പ്രാർത്ഥിച്ചു 11:30 ആയപ്പോൾ എന്ത് ചെയ്തു? വിശ്വാസികളോട് ഇരിപ്പുണ്ട്. 11:30 ആയപ്പോൾ ഉറങ്ങിപ്പോയി. പറഞ്ഞ് വന്ന ആ ഒരു ഉദാഹരണം ഇങ്ങനെയാണ്. കഴിഞ്ഞ 2 ദിവസം പ്രാപിച്ചതാണ് ഞായറാഴ്ച വ്യാപാരം ചെയ്തത്. വല്ലതും പിടി കിട്ടിയോ? കഴിഞ്ഞ 2 ദിവസം പ്രാപിച്ചത് എവിടെ കൊണ്ട് വ്യാപാരം ചെയ്തു? ഞായറാഴ്ച വ്യാപാരം ചെയ്തു. ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ കർത്താവിൽ നിന്ന് പ്രാപിച്ചെടുക്കണം. സ്തോത്രം പറ. അപ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണ്ടേ? ഒരു ഹല്ലേലൂയ പറയണ്ടേ? എൻ്റെ മക്കളെ, ടാബർനാക്കൽ ചർച്ചിലെ വിശ്വാസികളെ, ഇന്ന് പകൽക്കാലം ആമേൻ, ദൈവത്തെ സ്തുതിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ മടി കാണിക്കരുത്. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ മടി കാണിക്കരുത്. പ്രത്യേകിച്ച് ഒത്തിരി തല നരച്ച അപ്പച്ചന്മാരോടും അമ്മച്ചിമാരോടും പറയാ, നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ കൃപയാ. ഹല്ലേലൂയ. ജീവിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാ. ഇപ്പം പിള്ളേരല്ലേ പിള്ളേരാ മരിക്കുന്നേ. മൊബൈൽ കൊടുത്തില്ലെന്നും പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു. മൊബൈൽ കൊടുത്തില്ല, അമ്മ പിടിച്ചു വാങ്ങിച്ചു വെച്ചു. അല്പം കഴിഞ്ഞപ്പോൾ കൊച്ചിൻ്റെ കതവ് തല്ലി തുറന്ന് നോക്കിയപ്പോൾ ഞാന്ന് കിടപ്പുണ്ട്. എന്താ കാര്യം? മൊബൈൽ കൊടുത്തില്ലെന്ന്. എപ്പോഴാ പോകുന്നതെന്നറിയത്തില്ല. പക്ഷെ ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളെ പരിപാലിച്ചത്, നമ്മുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിച്ചത്, നന്ദി പറയണം ദൈവസന്നിധിയിൽ. മടങ്ങി വരാം. 38 വർഷം ചോദിച്ച ചോദ്യം ഒന്ന്, കിട്ടിയ മറുപടി മറ്റൊന്ന്. അവിടെ പറയുക, എനിക്ക് ആരുമില്ല. എന്നാൽ ദൈവസന്നിധിയിൽ ഈ പഴയ നിയമത്തിൽ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ 19:14 വായിക്കുന്നുണ്ട്, എൻ്റെ ബന്ധുക്കൾ വിട്ടുപോയി, സുഹൃത്തുക്കൾ എന്നെ മറന്നു. സങ്കീർത്തനം 124:4 പറയുന്നു, എന്നെ അറിയാൻ ആരുമില്ല. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഒറ്റപ്പെടലുകൾ അനുഭവിക്കാം, ജീവിതത്തിൽ വേദനകൾ അനുഭവിക്കാം, അല്ലാത്ത നിരാശകൾ അനുഭവിക്കാം. പക്ഷെ നമ്മൾ ഭാരപ്പെടരുത്. നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ കർത്താവുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ഒരു സ്തോത്രം പറഞ്ഞേ. ഇന്ന് പകൽക്കാല യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം എടുത്തെങ്കിൽ വായിച്ചേ. യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. 14:18 വേഗത്തിൽ. യോഹന്നാൻ 14:18. ഞാൻ നിങ്ങളെ എന്ത് ചെയ്യില്ല? അനാഥരായി വിടുകയില്ല. അടുത്തത്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ഇന്ന് പകൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? യേശു കർത്താവ് പറഞ്ഞ പദമാണ്. ഇവിടെ ഈ 38 വർഷമായി കുളക്കരെ കിടന്ന വ്യക്തി പറയുക, എനിക്കാരുമില്ലെന്ന്. എന്നാൽ യേശു കർത്താവ് പറയുന്ന അടുത്ത സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കേൾക്കൂ, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. ഒരാമ്യം പറഞ്ഞാട്ടെ. ഇന്ന് പകൽ ആരാധിക്കുന്ന ദൈവമക്കളോട്, ദൂതേറ്റെടുക്കുന്ന പ്രിയപ്പെട്ടവരോട്, പരിശുദ്ധാത്മാവിൽ ഈ ഞായറാഴ്ച ആരാധനയെ ചിലരെ നോക്കി ഞാൻ വിരൽ ചൂണ്ടി ദൂത് പറയുക, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല.
വിശ്വസിക്കുന്ന സ്വോത്രം ചെയ്യുക. എന്നിട്ട് യേശു പറയും, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. നിങ്ങളുടെ അടുക്കൽ യേശു ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു സ്വോത്രം ചെയ്യുക. അനാഥരായി വിടത്തില്ലെന്ന്. എന്റെ പ്രിയ അമ്മച്ചി, എന്റെ പ്രിയ അപ്പച്ച, എന്റെ പ്രിയ സഹോദരി, എന്റെ പ്രിയ സഹോദര, കുഞ്ഞെ, പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ആത്മാവിൽ ദൂത് പറയുക, നീ ഒറ്റയ്ക്കല്ല, നീ ഒറ്റയ്ക്കല്ല. നിന്നെ അനാഥരായി വിടാത്ത, നിന്നെ ഒറ്റയ്ക്കാക്കാത്ത ഒരു സ്വർഗം നമുക്കുണ്ടെന്ന്. നിനക്കാരുമില്ലെന്ന് നീ പറയരുത്. ഈ ആലയത്തിൽ വന്നിരുന്ന് ആരോ പറയുന്നുണ്ട് എനിക്ക് ആരുമില്ല, എന്നെ അറിയാൻ ആരുമില്ല, എന്റെ കൂടെ പ്രാർത്ഥിക്കാൻ ആരുമില്ല, എന്റെ കൂടെ ഉപവസിക്കാൻ ആരുമില്ല, എന്നെ അറിയാൻ ആരുമില്ല. ഇല്ല. എന്നാൽ ഇന്ന് മക സ്വർഗം, ഇന്ന് മക ചലനോട് ദൂത് പറയുക, നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്നെ അനാഥരായി വിടുകയില്ല. അത് പറയുമ്പോൾ ഭയങ്കര ദൈവ സാന്നിധ്യം ഞാൻ എന്റെ ശരീരത്തിൽ അനുഭവിക്കുന്നു, ഞാൻ എന്റെ ശരീരത്തിൽ അനുഭവിക്കുന്നു. ഞാൻ നിന്നെ അനാഥരായി വിടുകയില്ല, ഞാൻ നിന്നെ അനാഥരായി വിടുകയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് പകൽ എത്രയൊക്കെ സന്തോഷമുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല എന്ന സന്തോഷം. ഈ വചനം ഞാൻ വായിച്ചിട്ട് ഞാൻ ആത്മാവിൽ ബലപ്പെട്ടിട്ടാ നിങ്ങൾക്ക് ഞാൻ ഈ ദൂത് കൈമാറുന്നേ. എൻ്റെ എല്ലാ മെസ്സേജിനകത്ത് കർത്താവ് എന്നോട് ആദ്യം സംസാരിക്കും. കർത്താവോട് ചോദിക്കും, കർത്താവേ ഇന്ന് എന്താണ് പ്രസംഗിക്കേണ്ടത്, അല്ലെ നാളെ എന്താ ഞാൻ പ്രസംഗിക്കേണ്ടത്. ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിക്കകത്തിരിക്കുമ്പോൾ കർത്താവ് എനിക്ക് തരുന്ന ചിന്തകൾ അത് ഞാൻ വേഗത്തിൽ ബൈബിളുമായി കോട്ട് ചെയ്ത് അത് ഞാൻ എൻ്റെ സ്റ്റഡിയുമായി ബന്ധപ്പെടുത്തി അതിനകത്ത് കിട്ടുന്ന ദൈവവചനങ്ങളാ ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നേ. ഇന്ന് പകൽ കർത്താവിൻ്റെ ആത്മാവ് ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കളെ വിരൽ ചൂണ്ടി പറയുകയാ, ഞാൻ നിങ്ങളെ, ഈ ഒറ്റ വാക്യം മതി ഈ ആഴ്ച നിനക്ക് നിൽക്കാം. ഈ ഒറ്റ വാക്യം മതി നിന്റെ പ്രതിസന്ധിക്കകത്ത് നീ പിടിച്ചു നിൽക്കുക. ഈ ഒറ്റ വാക്യം മതി നീ തകർന്നു പോകാതെ ഇരിക്കുക. ഈ ഒറ്റ വാക്യം മതി നിന്റെ ജീവിതത്തിൽ വിടുതൽ സംഭവിക്കുക. അങ്ങനെങ്കിൽ ഇന്ന് പകൽ വാ തുറന്ന് പറയണം, എൻ്റെ യേശു എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ അനാഥനായി വിടുകയില്ല, എന്നെ അനാഥയായി വിടുകയില്ല. ഞാൻ അനാഥയല്ല, ഞാൻ അനാഥനല്ല. ആരൊക്കെ എന്നെ വിട്ടുപോയാലും, ആരൊക്കെ എന്നെ ഉപേക്ഷിച്ചാലും, ഇയ്യോബ് പറഞ്ഞതുപോലെ എൻ്റെ സഹോദരങ്ങൾ എന്നെ വിട്ടാലും, എൻ്റെ സുഹൃത്തുക്കൾ എന്നെ വിട്ടുപോയാലും ഞാൻ അനാഥനല്ല. എനിക്ക് വേണ്ടി അവസാന തുള്ളി രക്തം ഒഴുക്കി തന്ന എൻ്റെ കർത്താവ് എൻ്റെ കൈക്ക് പിടിച്ചിട്ടുള്ളത് കൊണ്ട് ഇന്ന് പകൽ ടാബർനാക്കൽ ചർച്ചിനകത്ത് പരിശുദ്ധാത്മാവേ ഞാൻ ദൂത് കൈമാറുകയാ. പ്രസംഗിക്കുന്ന എന്നോട്, കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുകയാ, നീ അനാഥയല്ല കുഞ്ഞ്, നീ അനാഥയല്ല. അവൻ നിന്നെ ചേർത്തുകൊള്ളു, അവൻ നിന്നെ വഹിച്ചുകൊള്ളു. ഇടയൻ തന്റെ ആടിനെ ചേർത്ത് പിടിക്കുന്ന പോലെ ഇന്ന് പകൽ നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്വർഗമുണ്ടെന്ന് യേശുവിന്റെ ആത്മാവ് പറയുന്നു, യേശുവിന്റെ ശക്തി പറയുന്നു. നീ അനാഥയല്ല. അനാഥയെന്ന് തോന്നിയാൽ ഭാരപ്പെടേണ്ട. അബ്രഹാമിന്റെ വീടിനകത്ത് ഹല്ലേലൂയ, ഇസ്മായേലും തൻ്റെ അമ്മയും വീടിനകത്തുനിന്ന് ഒറ്റപ്പെട്ടു, മരുഭൂമിയിലേക്ക് ഇറങ്ങി. ആമേൻ. സാറ പറഞ്ഞു, ഇനി ഇവനെ ഇവിടെ വെച്ചുകൊണ്ടിരുന്ന കരടക്കത്തില്ല, അതുകൊണ്ട് അവനെ പറഞ്ഞു വിടണം. അവളെ വീടിനകത്തുനിന്ന് പുറത്തിറക്കി. ഹാഗറും തൻ്റെ കുഞ്ഞും എങ്ങോട്ട് പോകണം എന്നറിയാതെ ഒരു തുരുത്തി വെള്ളവും അല്പം കിട്ടിയ അടയും അവർ മടിയിൽ ശേഖരിച്ചുകൊണ്ട് അവർ മരുഭൂമിയിലേക്ക് ഇറങ്ങിച്ചെന്നു. അടുത്ത ദൂത് നിങ്ങൾ കേൾക്കണോ? പോയ വഴിയിൽ അട തീർന്നു, പോയ വഴിയിൽ അപ്പം തീർന്നു. അബ്രഹാം കൊടുത്തുവിട്ട സമ്പത്ത് തീർന്നുപോയി. പക്ഷെ കുഞ്ഞു മരിക്കത്തക്ക രീതി അണ്ണാക്ക് ഒട്ടി വെള്ളം ഇറങ്ങാനില്ലാതെ ചുട്ടുകിടക്കുന്ന മണലാരുണ്യത്തിനകത്ത് പിടയ്ക്കുന്ന മകനെ കോരിയെടുത്ത് അൻപിൻപാട് ദൂരത്ത് കൊണ്ട് കിടത്തിയിട്ട് മാറി നിന്ന് അമ്മ ഒറ്റ കരച്ചില. ആ കരച്ചിൽ ഇങ്ങനെയാ, എൻ്റെ അബ്രഹാമിൻ്റെ ദൈവമേ, അബ്രഹാമിന്റെ ദൈവമേ. ആ കരച്ചിൽ കേട്ട സ്വർഗം ദൂതനെ ഇറക്കിയിട്ട് അനാഥയായ അമ്മയുടെ മുമ്പേ, അനാഥയായ കുഞ്ഞിന്റെ മുമ്പേ ചുട്ടുകിടക്കുന്ന മണലാരുണ്യത്തിനകത്ത് ഇന്ന് പകൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ചുട്ടുകിടക്കുന്ന മണലാരുണ്യത്തിനകത്ത് കൈക്കുമ്പിളി കോരിക്കൊടുക്കത്തക്ക നിലയിൽ തണുത്ത വെള്ളം ഉറവയാക്കി കൊടുത്ത ഒരു സ്വർഗമുണ്ടെന്ന്
അനാഥയെ മരുഭൂമിയിൽ ഉപേക്ഷിക്കാത്ത, അനാഥയെ പട്ടിണി കിടത്താത്ത, അനാഥയെ നശിപ്പിക്കാത്ത ഒരു ദൈവമുണ്ടെന്ന്. മരുഭൂമിയിലായാലും ഒറ്റപ്പെടലുകളായാലും വേദനയായാലും നിന്നെ കൈവിടാത്തൊരു ദൈവം വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ആരാധിച്ചു തുടങ്ങിക്കോ. ഓ റബ 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 നഗ ഹദരദന ദരഗലഗ നഗ. ഹല്ലേലൂയ. 2016 ഞാൻ ആദ്യമായിട്ട് സൗദി അറേബ്യയിൽ പോകുന്നത്. 2016 ഞാൻ ഒരു മാസത്തേക്ക് സൗദി അറേബ്യയിൽ പോയി. പക്ഷെ അവിടെ ശുശ്രൂഷകൾ ഒത്തിരി ധാരാളം ലഭിച്ചത് കൊണ്ട് ഒരു മാസം കൂടെ എൻ്റെ വിസ റിന്യൂ ചെയ്ത് ഞാൻ അവിടെ പിന്നെയും നിന്നു. 2 മാസം കഴിഞ്ഞ് ഞാൻ ഒരു രാവിലെ ഒരു പ്രഭാതത്തിൽ ഒരു 4 മണിയായപ്പോഴാണ് എൻ്റെ ഹല്ലേലൂയ ആ ചെക്കിങ് നടക്കുന്നത്. ഞാൻ എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ കണ്ടത് ഇങ്ങനെയാണ്. കുറേ മുസ്ലിം സഹോദരങ്ങൾ തൊപ്പി വെച്ച പർദ്ദയിട്ട സഹോദരങ്ങൾ ഒരു 5 ലിറ്റർ മാത്രം കൊള്ളുന്ന ഒരു വെള്ളക്കുപ്പിക്കകത്ത് ഒരു കന്നാസും പിടിച്ചുകൊണ്ട് എയർപോർട്ട് വഴി കയറി വരുന്നു, ഫ്ലൈറ്റിലേക്ക് കയറി പോകുന്നു. അപ്പം എൻ്റെ കൊച്ചു ഒട്ടബുദ്ധിക്ക് 2016 ഞാൻ ചിന്തിച്ചു ഇവിടെ പെട്രോളിനൊക്കെ വിലക്കുറവാണല്ലോ, ഇപ്പം അതുകൊണ്ടായിരിക്കും കൊണ്ടുപോകുന്നതെന്ന്. പക്ഷേ എൻ്റെ കൂടെയുള്ള ആളിനോട് ചോദിച്ചു, എന്താ ഈ കുപ്പിക്കകത്ത് കൊണ്ടുപോകുന്നത്? അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, അത് മക്കയിലെ വിശുദ്ധ വെള്ളമാ, വിശുദ്ധ വെള്ളം, മക്കയിലെ വിശുദ്ധ വെള്ളം. ആ വെള്ളത്തിൽ അവർക്ക് പ്രതീക്ഷയുണ്ട്. ഈ വെള്ളം കൊണ്ട് കുടിച്ചാൽ, ഈ വെള്ളം അവർ ഉപയോഗിച്ചാൽ അവരുടെ രോഗം മാറും, അവരുടെ വേദന മാറും, അവരുടെ കുടുംബത്തിൽ തളിച്ചാൽ അവർക്ക് അനുഗ്രഹമുണ്ടാകും. അതവരുടെ പ്രതീക്ഷയാ. ഞാൻ ചോദിച്ചു, ഈ മക്ക എന്ന് പറഞ്ഞ എന്താ? എനിക്ക് പറഞ്ഞെന്ന കാര്യമുണ്ട്. അന്ന് അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് അനാഥയായി തള്ളപ്പെട്ടു പോയ ഈ അമ്മയും കുഞ്ഞും കരഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം ഉറവ ഒരുക്കി കൊടുത്തത് ഇന്നും നിന്നുപോയിട്ടില്ല. ദൈവം നിനക്കൊരു ഉറവ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇടക്കാലാശ്വാസത്തിന് വേണ്ടിയല്ല. നീ മരിച്ചാലും നിന്റെ തലമുറ കൂടെ അനുഭവിക്കത്തക്ക നിലയിൽ ഇന്ന് പകൽ നിനക്ക് വേണ്ടി കരുതുവാൻ ഒരു ദൈവ സ്വർഗത്തിലുണ്ടെന്ന് പറഞ്ഞ് നീ അനാഥയല്ല, നീ ഒറ്റയ്ക്കല്ല. ഇന്ന് നിന്റെ നിലവിളി കേൾക്കുന്ന, നിന്റെ കരച്ചിൽ കാണുന്ന ഒരു ദൈവ സ്വർഗത്തിലുണ്ടെന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തീർത്ഥാടന സ്ഥലത്തുനിന്ന് വരുമ്പോൾ 5 ലിറ്റർ കൊണ്ടുവരാ. 5 ലിറ്റർ വെള്ളം എയർപോർട്ട് വഴി ഫ്ലൈറ്റ് ടിക്കറ്റ് കൊണ്ടുവരാ. അത് അവിടുത്തെ അലൗഡായ കാര്യമാണ്. എന്നാൽ ഇന്ന് പകൽ ആത്മാവി പറയാ, എങ്ങനെയാ വെള്ളം പുറപ്പെടുവിട്ടു? മകന്റെ മരണം കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അനാഥപ്പെട്ടു പോയൊരു സഹോദരി, അനാഥപ്പെട്ടു പോയൊരു കുഞ്ഞ് നിലവിളിയുടെ മുമ്പിൽ സ്വർഗം മരുഭൂമിക്കകത്ത് ഉറവ പൊട്ടി പുറപ്പെടുവിച്ചത്. ഞാൻ ഇന്ന് പകൽ ദൂതിങ്ങനെ പറയാ, ഇന്നും തീർന്നു പോയിട്ടില്ല. ഞാൻ ദൂത് പറയട്ടെ, ഏറ്റെടുക്കാമോ? നിന്റെ കണ്ണുനീരിന്, നിന്റെ കരച്ചിലിന്, എന്റെ അമ്മ, എന്റെ അച്ഛ, നീ ഇന്ന് പകൽ കരയുന്ന കണ്ണുനീരിന്, കരച്ചിലിന് എന്റെ സ്വർഗത്തിലെ ദൈവം വഴി തുറക്കും. അത് മരുഭൂമി ആണെങ്കിലും വഴി തുറക്കും. പക്ഷേ അത് 6 മാസത്തേക്കല്ല, 1 വർഷത്തേക്കല്ല, 3 വർഷത്തേക്കല്ല. നീ മരിച്ചാലും നിന്റെ തലമുറയുടെ കൂടെ അനുഭവിക്കത്തക്ക നിലയിൽ അത് ഒഴുകിക്കൊണ്ടേയിരിക്കും. കരമടിച്ച് സ്തോത്രം ചെയ്യ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു അത് മർമ്മമായി വെളിപ്പെടുത്തി പറയുക, ഞാൻ നിന്നെ എന്ന് പറഞ്ഞ, ഞാൻ നിന്നെ 38 വർഷം കുളക്കര കിടന്ന വ്യക്തി എന്താ പറഞ്ഞു? എനിക്ക് എൻ്റെ കൂടെ വാ, എനിക്ക് ആരുമില്ല, എനിക്കാരുമില്ല. ആമേ, എനിക്കാരുമില്ല. അടുത്തത് ആമേ, വേദപുസ്തകം പറയുക, ഞാൻ നിന്നെ അനാഥരായി വിടുകയില്ല. അടുത്തെന്താ വായിക്കുക? ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. 2 കൊരിന്ത്യർ 6:16 ഒന്ന് വായിച്ചേ. 2 കൊരിന്ത്യർ 6:16. അനാഥരായി വിടാത്തതിൻ്റെ കാര്യം എന്താണ്? അനാഥരായി വിടാത്തതിൻ്റെ കാര്യം 2 കൊരിന്ത്യർ അതന്നെ ദേവാലയത്തിന് വിഗ്രഹം. അതിൻ്റെ 2ാമത്തെ പാർട്ട്, ഞാൻ അവരിൽ, നോക്കിയേ, ഞാൻ നിങ്ങളിൽ അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ പറയുകയാ, ഞാൻ അവരിൽ എന്ത് ചെയ്യും. അപ്പോൾ കർത്താവ് പറഞ്ഞ കേട്ടോ, അനാഥരായി വിടത്തില്ലെന്ന് പറഞ്ഞത് മനസ്സിലായോ?
ഇങ്ങോട്ട് നോക്കിക്കേ. കുറേ എണ്ണം യു കെയിലും അയർലൻഡിലൊക്കെ പോയി. പിന്നെ കുറേ എണ്ണം വന്നതൊക്കെ ഇറങ്ങിപ്പോയി. ഉള്ളവരൊക്കെ ഇങ്ങോട്ട് നോക്കിക്കേ. അനാഥരായി ഞാൻ എന്ത് ചെയ്യത്തില്ല? ഒരു സ്തോത്രം പറഞ്ഞേ, നല്ല ഹല്ലേലൂയ പറഞ്ഞേ. റീസൺ പൗലോസ് അത് വെളിപ്പെടുത്തുകയാണ്. പൗലോസ് പറയുകയാണ്, ഞാൻ അവരിൽ എന്ത് ചെയ്യും? രാമേൻ പറ അച്ചായന്മാർ, രാമേൻ പറ. വചനമല്ലേ പറയുന്നത്? രാമേൻ പറ. സ്തോത്ര. ഞാൻ അവരെ അനാഥരായി എന്ത് ചെയ്യത്തില്ല, വിടത്തില്ല എന്ന് പറഞ്ഞ് പൗലോസ് അത് മർമ്മമായി പറയുക. പൗലോസിൽ കൂടെ പറയുക, ഞാൻ അവരിൽ വസിക്കും. അങ്ങനാണെങ്കിൽ നിങ്ങളെ അനാഥരായി എൻ്റെ യേശു വിടത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്തോത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ നിന്നോട് കൂടെ ഉണ്ട്? നിന്റെ ഉള്ളിൽ യേശു വസിക്കും. രാമേൻ പറ. ഉള്ളിൽ ആര് വസിക്കും? ഉറപ്പുണ്ടോ? അപ്പം കർത്താവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമ്മൾ അനാഥരാണോ? ഇത് മനസ്സിലായോ? കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, എൻ്റെ ഉള്ളിൽ എൻ്റെ യേശു ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ ഇനി ആരും ഇല്ല, എനിക്കൊരു കുഴപ്പമില്ല. എല്ലാം പിടി കിട്ടിയോ? എൻ്റെ കൂടെ എൻ്റെ യേശു ഉണ്ടെങ്കിൽ എനിക്ക് ഇനി ഒരു വക്കീലിൻ്റെ ആവശ്യമില്ല, ഒരു ഡോക്ടറിൻ്റെ ആവശ്യമില്ല. സ്തോത്രം. എൻ്റെ കൂടെ എൻ്റെ യേശു ഉണ്ടെങ്കിൽ എനിക്ക് ആരുടെ ആവശ്യമില്ല. കാരണം യേശു എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. രാമേൻ പറ. എന്നിൽ വസിക്കുന്നത് ആരാ? ഓ ജീസസ്. എന്നിൽ വസിക്കുന്നത് യേശു ആണെങ്കിൽ യേശുവിൻ്റെ ശക്തി എന്നിൽ വെളിപ്പെടും. യേശുവിൻ്റെ ശക്തി എന്താ? മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കുന്നതാണ് യേശുവിൻ്റെ ശക്തി. ആമേൻ. യേശുവിൻ്റെ ശക്തി റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, മരിച്ചവരെ ഉയർപ്പിക്കുന്നതാണ് യേശുവിൻ്റെ ശക്തി. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നതാണ് യേശുവിൻ്റെ ശക്തി. ആ രണ്ട് പദം നിങ്ങൾ ശ്രദ്ധിച്ചേ. ഒന്ന്, മരിച്ചവരെ എന്ന് പറ, ഉയർപ്പിക്കുന്ന. സ്തോത്രം. ഡോക്ടർ ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. സ്തോത്രം. ഹല്ലേലൂയ. മരിച്ചവരെ ഉയർപ്പിക്കുന്നതാണ് ദൈവശക്തി. മറ്റൊന്ന്, ഇല്ലാത്തതിനെ, ജീവിതത്തിൽ ഇല്ല, പൈസ ഇല്ല, ആരോഗ്യം ഇല്ല, പക്ഷെ കണ്ടാ പറയത്തില്ല. നടപ്പ് കണ്ട 1.5 കോടി അക്കൗണ്ടിൽ ഉണ്ടെന്നുള്ള നടപ്പാ നടക്കുന്നേ. എത്ര ഉണ്ട്? 1.5 കോടി അക്കൗണ്ടിൽ ഉണ്ടെന്നുള്ള നടപ്പാ എന്ത് ചെയ്യുന്നേ? നിങ്ങളുടെ കാര്യമില്ല, എൻ്റെ കാര്യം ഞാൻ പറഞ്ഞേ. നിങ്ങൾ പിണങ്ങാതെ, എൻ്റെ കാര്യമാണ് പറഞ്ഞത്. നടപ്പ് കണ്ട പറയൂ, എന്തെങ്കിലും ഇല്ലെന്ന് പറയൂ? ഒരുത്തരും പറയത്തില്ല. എല്ലാവരും പറയുന്നത് ഉണ്ടെന്നവർ. അങ്ങോട്ട് എന്നോട് കടം ചോദിക്കുന്നത് 5,000 3,000 ഒന്നും അല്ല. എന്നോട് കടം ചോദിക്കുന്നത് 1,50,000 ഒക്കെ കടം ചോദിക്കുന്നത്. സ്തോത്രം. ആ കടം ചോദിക്കണമെങ്കിൽ തോന്നണം ഇവൻ്റെ കയ്യിൽ. ആമേ. ഈ ശക്തി അകത്തുണ്ടെങ്കിൽ, സ്തോത്രം പറ, യേശു അകത്ത് വസിക്കുന്നെങ്കിൽ നിന്റെ ജീവിതം പരാജയം അല്ല. സ്തോത്രം. യേശു അകത്ത് വസിക്കുന്നെങ്കിൽ ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിനെ അറിഞ്ഞ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു, ഡാനിയേൽ എന്ന് പറഞ്ഞ ഞങ്ങളുടെ നാട്ടിലാണ് കേട്ടോ. യേശുവിനെ അറിഞ്ഞ നിമിത്തം വീട്ടിൽ നിന്ന് ഒറ്റപ്പെട്ടു. കുടുംബത്തിലാണെങ്കിൽ അച്ഛന്മാരൊക്കെ ഉള്ള അമ്മയ്ക്ക് വീടാണ്, സ്വന്തം ചേട്ടനും അച്ഛനാണ്. അപ്പോൾ അപ്പൻ എന്ത് ചെയ്യുന്നറിയോ? ജീവിച്ചിരുന്നപ്പോൾ 3 മക്കളുണ്ട്. 3 മക്കളിൽ ഏറ്റവും ഇളയതായി ഡാനിയേൽ. ഈ ഡാനിയേലിന് അമ്മയെ കൊടുത്തത് മൊത്തം പാറക്കെട്ടാണ് കൊടുത്തത്. എന്താ കൊടുത്തേ? പാറക്കെട്ട് എന്ന് പറയുമ്പോൾ അത് കുടിച്ചാൽ വെള്ളം പോലും കിട്ടത്തില്ല. സ്തോത്രം. അതുമാത്രമല്ല, വീട് വെക്കാൻ പറ്റത്തില്ല, മൊത്തം പാറക്കെട്ട. ഞങ്ങളുടെ നാട്ടിലെ മലമ്പ്രദേശത്തല്ലേ പാറക്കെട്ട. അപ്പോൾ ഈ മറ്റു മക്കൾക്കൊക്കെ കപ്പയിടാനുള്ള സ്ഥലമൊക്കെ മണ്ണൊക്കെ ഉള്ള സ്ഥലമാണ് കൊടുത്തത്, 2 പേർക്ക് കൊടുത്ത്. ഈ പാറക്കെട്ട് കൊടുത്തതുകൊണ്ട് നാട്ടുകാർ ചോദിച്ചു, അപ്പനോട് ചോദിച്ചു, എന്തിനാ? അവൻ പെന്തക്കോസിൽ പോയോണ്ട് എന്ത് ചെയ്താ? അവനെ ഞാൻ ഉപേക്ഷിച്ചതാണ്, പിന്നെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമല്ലോ, അതുകൊണ്ടാണ് ഞാനത് കൊടുത്തതെന്ന് പറഞ്ഞത്. പക്ഷേ ഇന്ന് ഒക്കെ ഞാൻ പറയട്ടെ, അച്ഛനും അച്ഛൻ്റെ മക്കളും എല്ലാം ഇന്ന് അമേരിക്കയിലാണ്. പിടി കിട്ടിയില്ല. പാറക്കെട്ടിനകത്ത് കിടക്കാൻ ദൈവം എന്ത് ചെയ്തില്ല?
അകത്ത് ക്രിസ്തു ഉണ്ടെങ്കിൽ നിന്നെ ആരൊക്കെ ഒതുക്കിയാലും, നിന്നെ ആരൊക്കെ നശിപ്പിക്കാൻ നോക്കിയാലും, നിന്റെ നന്മയെ ബന്ധിക്കാൻ നോക്കിയാലും, നീ അകത്ത് വസിക്കുന്നത് കർത്താവാണെങ്കിൽ നിന്നെ ഉയർത്തുന്നൊരു സമയമുണ്ട്. ഇന്ന് നിന്റെ അവസ്ഥ മാറും, ഇന്ന് നിന്റെ സാഹചര്യം മാറും. നിന്നെ അനാഥരായി വിടാത്ത നാമൻ പാർക്കുന്ന ദേശത്ത് തലയെടുത്ത് നിൽക്കത്തക്ക നിലയിൽ നാലാൾക്ക് അസൂയ തോന്നുമാറ് നിന്നെ മാനിക്കുവാൻ യേശുവിന്റെ ശക്തിക്ക് കഴിയും. നിന്റെ ഹൃദയത്തിൽ യേശു വസിച്ചാൽ മതി. ഈ പുസ്തകം എടുത്ത് ആരും പിച്ചച്ചട്ടി എടുത്തിട്ടില്ല. പിച്ചപ്പാത്രം എടുത്തവരൊക്കെ ഈ പുസ്തകം എടുത്ത് നന്നായിട്ടേ ഉള്ളൂ. സ്തോത്രം പറ. ഹല്ലേലൂയ. ഈ പിച്ചപ്പാത്രം എടുത്തവരൊക്കെ പുസ്തകം എടുത്തവരെല്ലാം നന്നായിട്ടേ ഉള്ളൂ. പക്ഷെ ഇതെടുത്ത് ആരും പിച്ചപ്പാത്രം എടുത്തിട്ടില്ല. അവരെല്ലാം ദൈവം ഉയർത്തിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ അവൻ്റെ സന്തതി ഉയർത്തിയിട്ടുണ്ട്. എന്താ കാര്യം? അവൻ്റെ ഉള്ളിൽ വാഴുന്നത് ക്രിസ്തുവാ. ഇന്ന് പകൽ നിന്റെ ഉള്ളിൽ ക്രിസ്തു വാഴുന്നെങ്കിൽ ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് ആരോടോ ഞാൻ ദൂത് പറയാ, നീ അനുഭവിക്കേണ്ടതിനെ ആരെങ്കിലും പിടിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ കുടുംബം നിന്റെ തലമുറ അനുഭവിക്കേണ്ടതിനെ ആരെങ്കിലും അമക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കെട്ട് ഇന്ന് പകൽ പൊട്ടും. ഇന്ന് പകൽ വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം ചെയ്യ്. ആത്മമണ്ഡലത്തിന്റെ ദൂത് കൈമാറുകയാ. നിന്റെ വഴിയെ തടയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. എംബസിയോട് ദൈവം ഇടപെടും, ഡോക്ടർമാരോട് ദൈവം ഇടപെടും, വക്കീലന്മാരോട് ദൈവം ഇടപെടും, നിന്റെ കുടുംബത്തോട് ദൈവം സംസാരിക്കൂ. ഇന്ന് പകൽ വിശ്വസിക്കുന്നത് യേശു നിന്റെ ഉള്ളിൽ വാണ്. നീ ഒറ്റയ്ക്കല്ല, നീ അനാഥയല്ല. നീ ഒറ്റയ്ക്കെന്നൊരു തോന്നൽ വരുമ്പോ യേശു നിന്റെ അടുക്കൽ വരിക. യേശു അപ്പം പറയുകയോ, ഞാൻ നിന്നെ അനാഥയായി വിടത്തില്ല. എന്താ കാര്യം? അവരിൽ യേശു വസിക്കുന്നു. സന്തോഷമുണ്ടെങ്കിൽ ഒരു സ്തോത്രം ഒന്ന് പറഞ്ഞേ. നമ്മുടെ ഉള്ളിൽ ആര് വസിക്കുന്നു? ഇത്രയ്ക്ക് സന്തോഷമുണ്ട്. നമ്മുടെ ഉള്ളിൽ യേശു വസിക്കുന്നത് കൊണ്ടാ ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ട് നീ ചിരിക്കുന്നേ. ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ടും നീ ചിരിക്കുന്നുണ്ടെങ്കിൽ അർത്ഥം നിന്റെ ഉള്ളിൽ എന്തോ ഉണ്ട്. അല്ല, ചിരിക്കാൻ പറ്റുമോ? ചിരിക്കാൻ പറ്റുമോ? ചിരിക്കാൻ പറ്റുമോ? നിങ്ങൾ പറഞ്ഞു ചിരിക്കാൻ പറ്റുമോ? ചിരിക്കാൻ പറ്റത്തില്ല. ഒത്തിരി കടമുള്ളവരോട്ടിരിപ്പില്ലേ? നിങ്ങൾ ചിരിക്കുന്നില്ലേ? സത്യത്തിൽ നിങ്ങളിങ്ങനെ ജീവിക്കേണ്ടവരാണോ? ജപ്തി കീറി നശിച്ച് ബാങ്കുകാരും കൊണ്ടുപോയി മലയാളത്തിൽ പറഞ്ഞ കോഞ്ഞാട്ടയാകേണ്ട അവസ്ഥയല്ലേ? പക്ഷെ നിൻ്റെ കയ്യിൽ അതൊന്നും സംഭവിക്കാതെ ഇങ്ങനെ നടക്കുന്നില്ലേ? റീസൺ എന്താ? കാര്യം എന്താ? നിൻ്റെ അകത്ത് യേശു ഉള്ളത് കൊണ്ടാ. ഒരാമേൻ പറ. എനിക്ക് വേണ്ടിയെങ്കിലും രാമൻ പറ. അനാഥയായി നിന്നെ വിടത്തില്ല. എൻ്റെ വാക്ക് അവസാനിപ്പിക്കാൻ പോവാ. അനാഥയായി. ഇന്ന് രാവിലെ ഇത്രയും നേരം ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾ മറന്നു. പക്ഷെ ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ആമേൻ, നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണം, ഞാൻ ആരല്ല. പറയണം. ഏറ്റെടുക്കുന്നവർക്ക് മതി, അല്ലാത്തൊരു വെറുതെ ഇരുന്നു. അവിടെ കുഴപ്പമൊന്നുമില്ല. അവിടെ ഇരുന്നോ. ഒരാളുണ്ടെന്നുള്ളൊരു ഒരു കസേരയുടെ ഫുള്ളാണെന്നൊരു ധാരണ ഉണ്ടാവില്ല നമുക്ക്. സ്വത്രം അവിടെ ഇരുന്നു. പക്ഷേ ഏറ്റെടുക്കുന്നവർ ഇന്ന് പകൽ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ പറയണം, ഞാൻ ആരല്ല. പറ സൈമച്ച, പറ ഞാൻ ആരല്ല. ഓ പറ, നിങ്ങൾ പറ, ഞാൻ ആരല്ല. ഹല്ലേലൂയ. ആ 38 വർഷം ആ കുളക്കരെ കടന്നവൻ പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്ക് ആരുമില്ല. പക്ഷെ പുതിയ നിയമത്തിൽ യേശു നമ്മളെ നോക്കി പറയുക, നിങ്ങൾക്ക് ആരുമില്ലെന്ന് നിങ്ങൾ പറയരുത്. ഞാൻ ആമേൻ അനാഥ എന്ന് പറയരുത്. ഞാൻ നിങ്ങളുടെ ഉള്ളിൽ എന്തുണ്ട്? ഓ ജീസസ്. ആ ദാഹത്തോടെ ഏറ്റെടുത്താൽ ഈ ദൂത് കുറേ നേരം ആത്മാവിൽ കത്തുന്ന ദൂതാ. നിങ്ങളത് എടുക്കേണ്ട രീതിയിലൊന്നും എടുത്തേ. നമ്മളോട് തന്നെ നോക്കി പറഞ്ഞാൽ മതി. ഇന്ന് നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം, ഓ എനിക്ക് ആരുമില്ല, എന്തിനാ ഞാനിങ്ങനെ ജീവിക്കുന്നത്? നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ എന്നോട് 100 കൂട്ടം ആളുകൾ പലരും എന്നെ ഫോണിൽ വിളിച്ച് പറയാനുള്ളൊരു വാക്കാണ്, പാസ്റ്റേ എനിക്ക് ആരുമില്ല പാസ്റ്റേ. സ്തോത്രം. കഴിഞ്ഞ ദിവസം മദ്രാസിൽ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന ഒരു സഹോദരി എന്നെ വിളിച്ച് പറഞ്ഞു, പാസ്റ്റേ ഞാൻ മരിക്കാൻ പോവുക, എനിക്ക് ആരുമില്ല. ഞാൻ ചോദിച്ച റീസൺ, കാര്യം എന്താ? എൻ്റെ ഭർത്താവ് മുഴുവൻ മദ്യപാനിയാണ്.
എനിക്ക് കുഞ്ഞുങ്ങളില്ല, എനിക്ക് നാട്ടിൽ വരാൻ പേടിയാ, മക്കളുണ്ടാകാത്ത കാരണം ഞാനാണ് കുറ്റമെന്ന് പറഞ്ഞ് ഭർത്താവ് എന്നെ കുതിര തല്ലും. ഭർത്താവിൻ്റെ വീട്ടിൽ ഞാനിപ്പോൾ പോകാറില്ല. അമ്മായിമ്മ എന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുകയാണ്. ഇനി എൻ്റെ സ്വന്തം വീട്ടിൽ ചെന്നാൽ അവിടെയും എനിക്കൊരു അനീതിയുണ്ട്, സഹിക്കാൻ വയ്യ. അപ്പം മരിച്ചുപോയി, അമ്മയുണ്ട്, ഇച്ചിരി സ്നേഹം കിട്ടുന്ന അവിടുന്ന്. ഇപ്പം അവരും എന്നെ വിളിക്കാറില്ല, എനിക്ക് ആരുമില്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഞാൻ അറിഞ്ഞുകൊണ്ട് ആരെയും പിടിച്ചു പറിച്ചിട്ടില്ല, ഞാനൊരു ദ്രോഹം ചെയ്തിട്ടില്ല. മക്കളുണ്ടാകാത്ത കുറ്റം എൻ്റേതാണോ? എനിക്കറിയത്തില്ല, എനിക്കാരുമില്ല, ഞാൻ മരിക്കാൻ പോവാ. ഇങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ, 100 കൂട്ടം ആളുകൾ വിളിച്ച് എന്നോട് പറയാറുണ്ട്, എനിക്കാരുമില്ല. ഈ ലൈവിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും പറയുന്നുണ്ട്, എനിക്കാരുമില്ല. പെന്തക്കോസുകാരല്ല കേട്ടോ, ലൈവിൽ കേൾക്കുന്ന അമ്മയും അക്രൈസ്തര ആൾക്കാരാ. വിളിച്ച് പറയും, പാസ്റ്റർ പ്രാർത്ഥിക്കണം. മുസ്ലിങ്ങൾ, ഹിന്ദുക്കൾ പറയും, പ്രാർത്ഥിക്കണം, എനിക്കാരുമില്ല. ഇന്ന് പകൽ, ഇന്നലെ എവിടെയോ നീ ഏതോ താളം തെറ്റിയപ്പോൾ നീ പറഞ്ഞില്ലേ എനിക്കാരുമില്ലെന്ന്. എന്നാൽ കർത്താവ് പറയുക, നിനക്കാരുമില്ലെന്ന് എപ്പോൾ നിനക്കൊരു തോന്നലുണ്ടായോ അന്ന് എൻ്റെ പ്രവൃത്തി ആരംഭിച്ചു. കാരണം വിശുദ്ധന്മാരോട് ഞാൻ പറയാ, നമ്മൾ അനാഥരല്ല, കാരണം നമ്മുടെ ഉള്ളിൽ യേശുവുണ്ട്. ഒരു ആമേൻ പറ, ഒന്ന് ആമേൻ പറ. അതിനെ ഒന്ന് തുറന്നേ, ഒന്ന് ആമേൻ പറഞ്ഞേ. എൻ്റെ അച്ഛാ, നമ്മൾ ഈ ഒന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് കഴിഞ്ഞ ആഴ്ച ജീവിച്ചിരുന്നെങ്കിൽ എങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് പോയാനേ? വാതോരാതെ പറഞ്ഞില്ലേ, ഈ യോഗം കഴിയുമ്പോൾ ഇവിടെ നിൽക്കണം, എന്തോ ബഹളമായിരിക്കും ഇല്ലേ? ദൈവസ്ഥന് ഒരു ആമേനൊന്ന് പറ. ആമേൻ പറഞ്ഞ നിന്റെ കെട്ടു പൊട്ടുമെന്ന്. ആമേൻ ഈ ഇങ്ങനെ കെട്ടി പിശാച് നിന്നെ ബന്ധിച്ച് വരിഞ്ഞു മുറുക്കി കുനിച്ചു പിടിച്ച് ഇരുത്തിയിരിക്കുന്നതിന് അർത്ഥം എന്താ പറയുക? കെട്ട് പൊട്ടാത്തോണ്ടാ. നീ ആദരം തുറന്നൊരു ആമേൻ പറ. ആമേനെന്ന് പറയുമ്പോൾ നീ അറിയാത്തൊരു ആത്മസാന്നിധ്യം നിന്റെ ശരീരത്തിലേക്ക് അങ്ങ് വരികയാ. ഇത് ചുമ്മാതൊന്നും പറയുന്നതല്ല, ദൈവ സാന്നിധ്യം കൊണ്ടാ ഇന്ന് പകൽ വിളിച്ചു പറയുന്നേ. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, ആരാധനയ്ക്ക് വിടുതലുണ്ട്. അത് വിശ്വസിക്ക. ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഒറ്റ കാര്യം, അങ്ങനെ പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ പോവാ. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും നേരം പറഞ്ഞ എല്ലാം നിങ്ങൾ മറക്കട്ടെ. പക്ഷെ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾ ഇന്ന് പകൽ പറയണം, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ഉള്ളിൽ യേശുവുണ്ട്. മതി, അത്രയും മതി, അത്രയും മതി, അത്രയും പറഞ്ഞാൽ മതി. പ്രശ്നം വരുമ്പോൾ പറയണം, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ഉള്ളിൽ ആരുണ്ട്? യേശുവുണ്ട്. ആ വാക്യം ഒന്ന് വായിച്ച് നിർത്തിക്ക്. ഞാൻ അവരിൽ വസിക്കും. ഒന്ന്, യേശു നമ്മുടെ ഉള്ളിലുണ്ട്. അടുത്തത് 2, നമുക്ക് മുള നിർത്തിക്കേ. 1, ഞാൻ അവരുടെ ഉള്ളിലുണ്ട്. അനാഥരല്ലാത്തതിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇങ്ങോട്ട് നോക്കിക്കേ, അനാഥരല്ലാത്തതിൻ്റെ കാര്യമാണ് പറയുന്നത്. ഉള്ളിലുണ്ട്. നോക്കിക്കേ, അപ്പം ഇവിടെ വായിക്കുകയാണ്, ക്രിസ്തു അവരിൽ വസിക്കുന്നു. പിന്നെന്താ? അവരുടെ ഇടയിൽ എന്ത് ചെയ്യുന്നു? വസിക്കുക മാത്രമല്ല, നിന്റെ ഇടയിൽ. സ്തോത്രം. നിങ്ങളുടെ വീടിനകത്ത് എൻ്റെ കർത്താവ് എന്ത് ചെയ്യുന്നു? നടക്കുന്നു. ഊരിപ്പിടിച്ച വാളുമായിട്ടല്ല, തലോടുന്ന കൈയുമായി. സ്തോത്രം പറ. സ്തോത്ര. നടക്കുക. നിന്റെ വീടിനകത്ത് നടുകെ കുറുകെ നടക്കുക. നീയും നിന്റെ ഭാര്യയും നിന്റെ കുഞ്ഞുങ്ങളും തമ്മിലിരിക്കുമ്പോൾ അതിൻ്റെ നടുക്കൂടെ ആര് നടക്കുന്നുണ്ട്? സ്വോത്രം പറഞ്ഞേ, സ്വോത്രം പറഞ്ഞേ, സ്വോത്രം പറഞ്ഞേ. നിന്റെ തകർച്ചയുടെ നടുക്കൂടെ ആര് നടക്കുന്നുണ്ട്? നീ വേദനിക്കുമ്പോൾ നിന്റെ കൂടെ ആരുണ്ട്? യേശു കർത്താവുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ ആത്മാവിനെ വിളിച്ചു പറയാ, പരിശുദ്ധാത്മാവിനെ വിളിച്ചു പറയാ, കർത്താവ് ഇടയിൽ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഉള്ളിൽ വസിക്കുക മാത്രമല്ല, നീ ചലിക്കുന്നിടത്ത് കർത്താവ് ചലിക്കും. നീ പോകുന്നിടത്ത് കർത്താവ് നിന്റെ കൂടെ വരും. നീ ലാബിൽ പോയാൽ അവിടെ കർത്താവ് വരും. നീ ബാങ്കിൽ പോയാൽ അവിടെ കർത്താവ് വരും. നീ ബെഡ്റൂമിൽ കയറി അവിടെ കർത്താവ് വരും. നീ കിച്ചണിൽ ചെന്നാൽ അവിടെ കർത്താവ് വരും. നീ വാഹനത്തിൽ കയറി അവിടെ കർത്താവ് വരും. നീ ഒരു തകർച്ചയിൽ നിന്നാൽ അവിടെ എന്റെ കർത്താവ് വരും. കരമടിച്ച് സ്വോത്രം പറ. ആത്മാവിൽ സ്തുതിക്ക്, ചലിക്കട്ടെ. ഇന്ന് വക കർത്താവ് നിനക്ക് വേണ്ടി ചലിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങളായിരിക്കുന്ന രാജ്യത്ത് എന്റെ കർത്താവ് ചലിക്കുന്നു. ആ മദ്രാസിൽ ചലിക്കുന്നു, ബാംഗ്ലൂരിൽ ചലിക്കുന്നു, UK ചലിക്കുന്നു, അയർലൻഡിൽ ചലിക്കുന്നു. ഇന്ന് വക നിന്റെ കൂടെ ചലിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന്
ഹല്ലേലൂയ. വസിക്കുന്നവൻ, ചലിക്കുന്നവൻ, ഇന്ന് പകൽ എനിക്ക് മുമ്പേ ചലിക്കുന്നവൻ, ഇന്ന് പകൽ ഞാൻ പോകേണ്ട സ്ഥാനത്ത് എനിക്ക് മുമ്പേ ചലിക്കുന്നവൻ, ഞാൻ എത്തേണ്ട സ്ഥലത്ത് എനിക്ക് മുമ്പേ ചലിക്കുന്നവൻ, ഇന്ന് പകൽ ദൈവം വിശ്വസ്തനാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ കരമുയർത്തി സ്തോത്രം ചെയ്യ്. ഉള്ളിൽ വസിക്കുക മാത്രമല്ല നമ്മോടൊപ്പം കർത്താവ് എന്ത് ചെയ്യുന്നു? സന്തോഷമുണ്ടോ? അതിനാ കർത്താവ് പറഞ്ഞ, ഞാൻ നിങ്ങളെ അനാഥരായി. സന്തോഷമുണ്ടോ? ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ ഈ നടക്കും. എങ്ങനെ? നിങ്ങളുടെ വേദനയിൽ ഞാൻ നിങ്ങളുടെ കൂടെ നടക്കും. ചന്ദ്രക്കും മേശക്ക് അഹേന്ദ്രകവും 3 പുരുഷന്മാർ തീക്കകത്ത് ഇരിക്കുമ്പോൾ രാജാവ് രാവിലെ എഴുന്നേറ്റ് ഗുഹയ്ക്കകത്തേക്ക് നോക്കുമ്പോൾ കണ്ടത് 4-മനായി ഒരുവൻ അവർക്കൊപ്പം നടക്കുന്നു. അവിടെ വായിച്ചത് ഇങ്ങനെയാ, അവന്റെ രൂപം, അവൻ ദൈവപുത്രന് സാദൃശ്യം. ആരാ ദൈവപുത്രൻ? എന്റെ കർത്താവ്, വാഴ്ത്തപ്പെട്ട കർത്താവ്. അങ്ങനെങ്കിൽ ഇന്ന് പകൽ ആത്മാവിനെ വിളിച്ചു പറയുക, ദൈവപുത്രൻ 4-മനായി ഒരുവൻ ഇന്ന് പകൽ നിനക്ക്. ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. 4-മനായി ഒരുവൻ നിന്റെ തീച്ചൂളയ്ക്കകത്ത്, നിന്റെ തകർച്ചയ്ക്കകത്ത്, നിന്റെ വേദനയ്ക്കകത്ത്, എരിയുന്ന തീച്ചൂളയ്ക്കകത്ത് ഇന്ന് വരെ നീ വെന്തു പോകാതെ ഇരിക്കുക, നിന്റെ രോമം കത്തി പോകാതെ ഇരിക്കുക. നിനക്കൊപ്പം നടക്കുന്നൊരു ദൈവമുണ്ട്.